പാലക്കാട് വടകരപ്പതിയിൽ മൂക്കുത്തിക്ക് വേണ്ടിയാണ് വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയത്. പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. അട്ടയാമ്പതി സ്വദേശി സരസാളാണ് കൊല്ലപ്പെട്ട്. പ്രതികളായ ഉദയകുമാർ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചു. പ്രതികളിൽ നിന്ന് മൂക്കുത്തി പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഗോകുലാണ് വിവരങ്ങളുമായുള്ളത്. ഗോകുൽ, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. മൂക്കുത്തിക്ക് വേണ്ടി ക്രൂരമായ കൃത്യം ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് പ്രായപൂർത്തിയായില്ല എന്നടക്കം എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും? എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? അതായത് ഈ പ്രതിയായ ഉദയകുമാറിന്റെ വീടിന്റെ പിൻഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇവിടെ വച്ച് തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ജൂൺ 10-നാണ് ഈ ഒരു കാണാതാകൽ ഉണ്ടായത്. അതായത് വയോധികയെ, സരസാൾ എന്ന് പറയുന്ന വയോധികയെ കാണാതാകുന്നു. അതിനെ തുടർന്ന് പോലീസ് വ്യാപകമായി തന്നെ ഇവരെ അന്വേഷിച്ചിരുന്നു. എവിടെയൊക്കെയാണ് ഇവർ പോയത്, പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു. അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. ഇവർ, അതായത് സരസാളിനെ കാണാതായ അന്ന് മുതൽ തന്നെ ഈ പ്രതികളെയും, അതായത് ഉദയകുമാറിനെയും 17 വയസ്സുകാരനെയും ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ട്. സമീപവാസികളാണ്. അങ്ങനെയാണ് ഇവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയത്. പോലീസ് ഇവരെ നിരീക്ഷിച്ചു, പലകുറി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ലഭ്യമായത്. മൂക്കുത്തിക്ക് വേണ്ടി നടത്തിയ ഒരു കൊലപാതകം എന്നുള്ളതാണ്. സരസാളിന്റെ കയ്യിൽ 2 മൂക്കുത്തി ഉണ്ടായിരുന്നു. ആ മൂക്കുത്തി സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദയകുമാറിന്റെ സഹോദരൻ, അതോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയും ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സരസാൾ സാരി നൽകിയിരുന്നു. അപ്പോൾ ഈ സാരിയൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനിടയിൽ വഴക്കുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ഒരു ദിവസം സരസാൾ ഇവരുടെ വീട്ടിലേക്ക് ജൂൺ 10-ാം തീയതി വന്നപ്പോൾ വീടിനകത്തേക്ക് ഈ പ്രതികൾ ഇവരെ, സരസാളിനെ വിളിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ഇരുമ്പ് പോലുള്ള ഒരു വടി ഉപയോഗിച്ച് തലക്കടിച്ചു എന്നുള്ളതാണ് പ്രതികൾ പോലീസിന് നൽകിയത്. അതിനുശേഷം മൂക്കുത്തി കൈക്കലാക്കി, എന്നിട്ട് സമീപത്തുള്ള കുളിമുറിയിലിട്ട് സരസാളിന്റെ മൃതദേഹം കത്തിച്ചു. ശേഷം സമീപത്തെ തന്നെ, ഈ വീടിന്റെ സമീപത്ത് തന്നെ അത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം വീണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് സരസാളിന്റെ ആണെന്ന് ഉറപ്പിക്കാൻ മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം അല്പസമയത്തിനുള്ളിൽ പുരോഗമിക്കും. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ അധികം വൈകാതെ തന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഈ പ്രതി എത്തിച്ച് ഈ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പും പോലീസ് നടത്തുകയാണ്. വളരെ അടുത്തുള്ള ആളുകളാണോ ഈ രണ്ടുപേരും? ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ ഈ കേസിൽ പിടിയിലാവുകയാണല്ലോ. എങ്ങനെയായിരുന്നു ഇവരുടെ ഓപ്പറേഷന്റെ കാര്യത്തിൽ, ഇവർ ഈ ആസൂത്രണം നടത്തിയത് എന്ന കാര്യത്തിൽ അടക്കം എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്? അതായത് നിലവിൽ പോലീസ് പറയുന്നത് ഇവരുടെ തൊട്ടടുത്താണ്, അതായത് സരസാളിന്റെ വീടിന്റെ തൊട്ട് ഏതാനും ഒരു 50 മീറ്റർ മാത്രമേ ഈ പ്രതിയുടെ വീടിനുള്ളൂ. പക്ഷേ പ്രതി ഇവിടെ സ്ഥിരമായ, ഉദയകുമാർ ഇവിടെ സ്ഥിരമായി താമസിക്കാറില്ല. കുറച്ച് 10 ദിവസം ജൂൺ 10-ാം തീയതിക്ക് മുൻപായി കുറച്ച് ദിവസം മുൻപാണ് അയാൾ ഇവിടേക്ക് വരികയും ഇവിടെ താമസമാക്കുകയും ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അങ്ങനെയാണ്. ഇയാളുടെ രക്ഷിതാക്കളും മറ്റുമൊക്കെ ഉള്ളത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇടയ്ക്ക് ഇവിടേക്ക് വരും, അതിനുശേഷം പോകും എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു 10 ദിവസം വന്ന് നിന്നപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഇപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കൊലപാതകത്തിന് കാരണമെന്നുള്ളത് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് 2 സ്വർണ്ണ മൂക്കുത്തികളുണ്ട്. ആ മൂക്കുത്തികൾ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത്. തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൂക്കുത്തി കൈക്കലാക്കി, അതിനുശേഷം മൃതദേഹം കത്തിച്ചു സമീപത്തെ കുഴിച്ചിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടവും മറ്റു നടപടിക്രമങ്ങളും ആവശ്യമാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക, അല്ലെങ്കിൽ ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാവുക. എന്തായാലും വലിയ നാടിനെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 2 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പാലക്കാട് മൂക്കുത്തിക്ക് വേണ്ടി വയോധികയെ കൊന്നു കുഴിച്ചുമൂടി എന്ന വിവരമാണ് സ്ഥിരീകരിക്കപ്പെട്ട. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. നേരത്തെയും പോലീസിന്റെ അന്വേഷണത്തിൽ, തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനൊരു വഴിത്തിരിവുണ്ടാകുന്നത്. കൊലപാതകമാണ് എന്ന സംശയമുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2 പേരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത്. അട്ടയാമ്പതി സ്വദേശി സരസാളാണ് കൊല്ലപ്പെട്ടത്. പ്രതികളായ ഉദയകുമാർ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് മൂക്കുത്തി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾ അവിടെ നടക്കുകയാണ്. ഗോകുൽ, ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവർക്കെതിരെ അടിയന്തരമായി ഇനിയുള്ള നിയമ നടപടികൾ ഏത് തരത്തിലാണ്? നാട്ടുകാരുമായൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു പശ്ചാത്തലവും അവിടുത്തെ ഒരു പൊതുസ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു?
അതായത് പ്രദേശവാസികളെ സംസാരിക്കുമ്പോൾ ഒരു ലഹരിക്ക് അടിമകളാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ നമ്മളെടുത്ത പ്രതികരണങ്ങളിൽ പലരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് മൃതദേഹം കുഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അതിവിടെ വച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുവേണ്ടി പോലീസ് ഫോറൻസിക് സർജൻ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പരിശോധനകൾ ഉണ്ടാകും. പ്രതിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ മൃതദേഹം വീണ്ടെടുത്തത്. ഇനി ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവരെ പ്രതി ചേർത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ആണ് മറ്റ് നടപടികളിലേക്ക്, രണ്ടുപേർക്കെതിരെയുള്ള നടപടികളിലേക്ക് പോലീസ് പോവുക. അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മൂക്കുത്തിക്ക് വേണ്ടിയാണ് ഈ കൊലപാതകം എന്നത് വ്യക്തമായിട്ട് മൂക്കുത്തി ഇരുവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ എത്ര ദിവസമായി ഒളിവിലാണ്? ഇപ്പോൾ പോലീസിലേക്ക് മകളാണല്ലോ പരാതി നൽകിയത്. മകൾ പരാതി നൽകി, അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയാണ്. എങ്ങനെയാണ് ഇതൊരു കൊലപാതകം എന്ന നിലയിലേക്ക് അന്വേഷണം പുരോഗമിച്ചത്? ഇവർ തന്നെയാണ് പിന്നിൽ എന്നത് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? എവിടെ നിന്ന് എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? അതായത് ജൂൺ 10-ാം തീയതിയാണ് സരസാലിനെ കാണാതാകുന്നത്. ഈ സരസാലിനെ കാണാതായ ദിവസം തന്നെ ഈ രണ്ടു പേരും, ഈ 17 വയസ്സുകാരനും അതോടൊപ്പം തന്നെ ഉദയകുമാറിനെയും അയൽവക്കത്തെ വീടുകളിൽ നിന്ന് കാണാതായി. ഇതാണ് പോലീസിന് സംശയം ജനിപ്പിച്ചത്. പക്ഷേ ഉദയകുമാറിനെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. അപ്പോഴെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് അയാളെ വിട്ടയച്ചു. പിന്നീട് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അപ്പോൾ പലപ്പോഴും ഈ ഉദയകുമാർ പറയുന്ന പല കാര്യങ്ങളിലും ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഇവർ സംശയിക്കാൻ കാരണം. ഇതിൽ 17 വയസ്സുകാരന് ഇതിനു മുൻപ് ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടുപേരെയും പോലീസ് സംശയിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ ഉദയകുമാറുമായി സരസാലിന് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാരിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉദയകുമാറിൻ്റെ സഹോദരൻ്റെ പെൺസുഹൃത്തിന് സരസമാൾ 4 സാരി നൽകിയിരുന്നു. അതിൻ്റെ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ തന്നെ പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒക്കെ തന്നെയാണ് ഇവരെ പോലീസ് നിരീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോൾ ഒരു സ്റ്റേഷനിൽ ഹാജരായി പിന്നീട് ചോദ്യം ചെയ്തു. അപ്പോൾ പല കാര്യങ്ങളിലും ഇവർ പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് എത്തി ഇവരെ തമിഴ്നാട്ടിലാണ് ഇവർ താമസിക്കുന്നത്, അവിടെ നിന്ന് ഇവരെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ, കൊലപാതകത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പോലീസിനോട് സമ്മതിച്ചത്. ശരി, ഇടയ്ക്കൊരു കൊലപാതകമാണ്. മൂക്കുത്തി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു. 2 പേർ കസ്റ്റഡിയുണ്ട്. VS ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.